ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. UK പേട്രിയാർക്കൽ വികാർ അഭിമന്യ പിതാവായ ഐസക് മൊറസ്താത്യോസ് തിരുമേനി, യോഗം ഉദ്ഘാടനം ചെയ്ത മേയർ എമരിറ്റസ് തോമസ് ആദിത്യ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ഭദ്രാസന ഭാരവാഹികളെ, കൗൺസിൽ മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യ ദൈവമക്കളെ, വലിയ ഒരു സൗഭാഗ്യവും അതിലേറെ മനസ്സ് നിറഞ്ഞ സന്തോഷവുമാണ് UK ഫാമിലി കോൺഫറൻസിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ആദ്യമായി ഒരു ദേവാലയം തുടങ്ങുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 1988-89 കാലഘട്ടങ്ങളിൽ. പിന്നാലെ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ദേവാലയത്തിൽ, ഇപ്പോഴത്തെ നമ്മുടെ കൗങ്ങമ്പലിൽ എൽദോസച്ചൻ ഒരു ശമാശനായി അവിടെ വന്ന കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിനടുക്കൽ സെയിൻറ്റ് മേരീസ് ഓൾഡർ മേരി ചർച്ചിൽ വർഷങ്ങളോളം നമ്മൾ ആരാധന നടത്തിയതും, അന്ന് നമ്മുടെ മലയാളികളായി സഭയിലെ 10 കുടുംബങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ നിന്നും ഇന്നിൻ്റെ നിലയിലേക്ക് ഈ ഭദ്രാസനത്തെ പേട്രിയാർക്കൽ വികാരേറ്റിനെ വളർത്തി വലുതാക്കിയവനായ ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം. ഇവിടെ അഭിമന്യ തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, UK ഇപ്പോൾ 49 കോൺഗ്രിഗേഷൻസ് ഉണ്ട്, 3 ദേവാലയങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ഇനിയും പുതിയ ദേവാലയങ്ങൾ ആരംഭിക്കുന്നുള്ളതായ ആലോചനയും പ്രാർത്ഥനയും നമ്മുടെ ദൈവമക്കൾ അവരുടെ പ്രാർത്ഥനാ വിഷയമായും ആഗ്രഹമായും കൊണ്ടു നടക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മാത്രവുമല്ല, നമ്മുടെ ഭദ്രാസനത്തിന് ഒരു ആസ്ഥാനം, ഒരു സെൻറ്റർ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നതും ഏറെ സന്തോഷം തരുന്ന ഒന്നാണ്. 500ഓളം കുടുംബങ്ങൾ നമ്മുടെ ഈ ഫാമിലി കോൺഫറൻസിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതും ഏറെ പ്രോത്സാഹനജനകമാണ്. നിശ്ചയമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് UK അയർലൻഡിലുമാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ആഴ്ച അയർലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ സഞ്ചരിക്കുകയുണ്ടായി. അവിടെയെല്ലാം എനിക്ക് കാണാൻ സാധിച്ചതും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നതും അനേകം വരുന്ന നമ്മുടെ സഭാ വിശ്വാസികൾ സഭയോടുള്ള സ്നേഹത്തെ കരുതി കൂടി നിന്ന് ആരാധിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും സഭയെ സ്നേഹിക്കുന്നതുമാണ് അനുഭവപ്പെട്ടത്. ജീവിത തിരക്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യേ സഭയെ കരുതിയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും കഷ്ടപ്പാടും ത്യാഗവും സഹിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല. അഭിമന്യ ഇടവക മെത്രാപ്പോലീത്ത ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല വന്നതിന് ശേഷം ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം ഈ ഭദ്രാസനത്തിനുണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ, അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതരായ വൈദികരുടെ, അവരുടെ കുടുംബങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും പ്രാർത്ഥനയും സഹകരണവും
ഈ UK പേട്രിയാർക്കേറ്റിൻ്റെ വളർച്ചയിൽ, ഇതിൻ്റെ ഭാവിയിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വപ്നം കണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ള ജീവിത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തോടൊപ്പം തന്നെ സഭയോടും സഭാ സമൂഹത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തരുന്ന ഒന്ന് തന്നെയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇന്ന് തിന്മ അധികരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മ അധികരിക്കുന്ന ഒരു സമൂഹത്തിൽ നന്മയുടെ അനുരണനങ്ങളുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തീയ കൂട്ടായ്മയായി ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുക എന്നത് വിശുദ്ധ ഗ്രന്ഥത്തോട്, പ്രബോധനങ്ങളോട് നാം എല്ലാ അർത്ഥത്തിലും സമരസപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ സവിശേഷ ഗുണങ്ങളിൽ ഒന്നാണ് നന്മ ചെയ്യുക എന്നുള്ളത്. സങ്കീർത്തനത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നന്മ ചെയ്യുന്നവനാണ് നല്ലവൻ. തിന്മ അധികരിക്കുന്ന ഒരു സമൂഹത്തിൽ തിന്മയ്ക്കെതിരെ പോരാടുവാൻ, നന്മ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ ആത്മീയ അംശങ്ങൾ നമുക്കുള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനാണ് നല്ലവൻ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നന്മയുള്ളവനാകയാൽ ദൈവമക്കളായ ഞാനും നിങ്ങളും നന്മ ചെയ്യുന്നവരും നന്മയുള്ളവരുമായിരിക്കണമെന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് സഭയിലെ വിശുദ്ധ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്നാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നുള്ളതിലെ അടയാളമാണ് നന്മ ചെയ്യൽ. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നതുമാണ്. എന്നാൽ ഈ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന അനുഭവം നമ്മിലുണ്ടോ എന്നുള്ള പരിശോധനയും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതിനോട് ചേർത്ത് വായിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നമുക്ക് ഓരോ ദിവസവും അനേകം നന്മകൾ ചെയ്തു തരുന്നു. ഇന്ന് ഇവിടെ നമുക്ക് ഒരുമിച്ച് കുടുംബമായി, വ്യക്തികളായും സഭയായും ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ വലിയ നന്മയും കൃപയും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഇതിനെയെല്ലാം നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് നാമും മറ്റുള്ളവർക്കും നന്മ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ക്രിസ്തു നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാം പഴയകാല ജീവിതത്തിലേക്കും തിരികെ പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിൽ പണ്ട് കാലത്തൊക്കെ, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മുറം, അരിപ്പ എന്നുള്ള 2 സംഗതികൾ ഉണ്ടാകും. ഇത് സജീവമായി ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന 2 വസ്തുക്കളാണ്. മുറം ചീത്തയായതെല്ലാം തട്ടിക്കളഞ്ഞ് നല്ലത് മാത്രം സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചെടുക്കുവാൻ മുറം എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് അരിപ്പ. നല്ലതെല്ലാം അരിച്ച് മാറ്റി ചീത്തയായതെല്ലാം അരിപ്പയിൽ ബാക്കിയാക്കുന്നു. ഇവിടെ നമ്മിലേക്ക് ചൂണ്ടുന്ന ഒരു ചോദ്യം മറ്റൊന്നുമല്ല, നന്മ നിറഞ്ഞ മുറമാണോ നമ്മൾ, അതോ തിന്മ നിറയുന്ന
അരിപ്പയാണോ നമ്മൾ എന്നുള്ള ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നന്മ നിറയുന്ന മുറമാകാനുള്ള വിളിയും നിയോഗവുമാണ് ദൈവ പൈതൽ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നതും നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ നന്മ ചെയ്യാനാണ്. അത് തന്നെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ വ്യക്തിജീവിതം വിജയകരമാകുവാൻ, നമ്മുടെ കുടുംബജീവിതം സമാധാനപരമാകുവാൻ, നമ്മുടെ സഭാജീവിതം സാക്ഷ്യമുള്ളതാകുവാൻ നിരന്തരമായ നന്മ പ്രവർത്തിക്കുന്ന അനുഭവമുള്ളവരായി നാം എന്നും ആകേണ്ടിയിരിക്കുന്നു. മദർ തെരേസായുടെ ഒരു സ്റ്റോറി ഞാൻ വായിക്കുകയുണ്ടായി. ഇറ്റ് സേസ് ലൈക്ക് ദിസ്. ഒരിക്കൽ എ ബെഗർ came to meet Mother Teresa in her house in Calcutta. This beggar came to meet Mother Teresa not to receive any help from Mother Teresa. Normally, people go there, especially poor people go there to get help or some kind of assistance. But this beggar came to meet Mother Teresa not to receive any help, but rather to help this mother in her charitable activities. The entire day he was begging on the street. At the end of the day, he had few coins collected from people on the street. He came to mother and the beggar offered few coins. That was all he got in his entire day begging in the street. And mother was a little hesitant. Should I receive this gift or not? Because Mother Teresa knew that if I receive this gift, these few coins, which means that this beggar will be going to bed without an evening meal. So I should reject it. At the same time, Mother Teresa thought of how this beggar will feel if she declined to receive this gift which has been offered to Mother Teresa. Then she decided to receive the gift. Otherwise, this beggar would be so sad going to his house. He happily handed over the gift, which is just few coins, worth nothing. And he kissed Mother Teresa's hand and he left very happily. While this was happening, there was a man sitting beside Mother Teresa, Dr. Naveen Chawla, IAS. He was then the Chief Election Commissioner of India. And Mother Teresa shared this with Dr. Naveen Chawla. Mother Teresa told him, if I decline to receive this gift, he will be sad. That's why I received this. And I know that he's going to bed without a meal. And then Mother Teresa added, this is the biggest ever gift, valuable. She received even bigger than the Nobel Prize. And Mother Teresa added and shared with Dr. Chawla that, and this gift is for me and to God. വചനം പറയുന്നു, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും സഹജീവികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നന്മ ചെയ്യുക. യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സഭാ മക്കളെ
പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തിരുമേനിക്കൊക്കെ അറിയാം, ഞങ്ങൾ സുന്നോദോസ് കൂടിയപ്പം എടുത്ത ഒരു തീരുമാനമാണ്. ഇടവക പള്ളികൾക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു. കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കണമെന്ന്. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിനുശേഷമുള്ള വർഷങ്ങളിൽ നമ്മുടെ വിശ്വാസി സമൂഹം എത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ്, നന്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും സാക്ഷ്യമുള്ള ഒരനുഭവമാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായിരുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് അർഹരായിട്ടുള്ളവർക്ക് ചെയ്യാതിരിക്കരുത്, അതിനുവേണ്ടി മടി കാണിക്കരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മുടെ പ്രൊഫഷനും നമ്മുടെ മിഷനും നന്മ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. യാക്കോബായ സഭാമക്കൾ തങ്ങളുടെ പ്രൊഫഷനിലൂടെയും മിഷനിലൂടെയും ക്രിസ്തുവിൻ്റെ കൈയും കാലും കണ്ണും മനസ്സും ശരീരവുമായി ധാരാളം നന്മകൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, നിയോഗമുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഈ നന്മ പ്രവൃത്തി ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നുമാണ്. നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കുടുംബത്തിൽ തുടങ്ങുന്ന നന്മയുടെ പ്രവർത്തനങ്ങൾ, അനുരണനങ്ങളുമാണ് സമൂഹത്തിലേക്കും സഹജീവികളിലേക്കും മറ്റുള്ളവരിലേക്കും എല്ലാം എത്തിപ്പെടേണ്ടുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. I will say that in English because I know that we have crowd here not following much Malayalam. There is an Iranian movie, Children of Heaven. You might have heard about it. Majidi എന്ന ഒരു മനുഷ്യനാണ്. He has been directed this movie. This movie has been released in 1997. The theme of the entire movie is about a brother and sister. Young boy and a young girl hails from a very poor family. And these two people, these brothers, these siblings only have one pair of shoes to go to school. Sometimes they go to share the shoes. And some days these kids go to school even without shoes. വളരെ സത്യസന്ധരും അതുപോലെ തന്നെ നിഷ്കളങ്കരുമായിട്ട് രണ്ട് കുട്ടികളുടെ കഥ പറയുന്ന ഒരു സിനിമയാണിത്, Children of Heaven. There was a call in the school that there will be a race for the boys. And the attraction is, in that race there is a prize. That prize is, one prize is a pair of shoes for the size of those who are taking part in the race. And this boy decided to participate in the running race. And he took part. There was one intention in his mind. He's taking part in this running race just to get the third prize. There are first prize, there are second prize, there is third prize. But this boy determined to join the race just to finish third and grab the third prize, just to give these shoes to her little brother. He started running. At the very beginning he started running. He was enthusiastically running to finish number 3rd. And this boy was looking back all the time to make sure that he's running in the 3rd place. The other boys, they all are running for the first prize, to win number 1. And this boy is still in the race to finish 3rd. And at the end of the race, he was looking back and running forward. And towards the end, he fainted and he fell down on the ground. The teachers and his friends all were surrounded around him and lifted him up and
The first question he was asking to his teacher, "Sir, did I finish number third?" And the teacher happily and enthusiastically told him, "No, my dear boy, you have run the race and won the first prize." This poor little boy was so sad. His eyes were filled with tears. He was sobbing, and nobody knew what's happening. Because normally everybody is running the race to become number one. And this little boy is running the race just to grab the shoes. He will get the shoes only when he is finishing number 3. Out of that frustration, out of that that moment, he started crying. And all others were appreciating him, but he was sad. This poor little boy went back home. Even though he was first, he went home like a failed boy. Lost his dream, lost the shoes. He dreamt of his little sister. And then when he was in the house, his sister ran to him and hugged him and expressed her joy that you have won the first prize and you are the winner. And again, this boy was not happy at all. His mind was caught up with that little shoes he always wanted to give to her sister as a gift. വിജയിച്ചിട്ടും തോറ്റവനെ പോലെ അവൻ വീട്ടിലെത്തുന്നു. എത്രയോ ഹൃദയസ്പർശിയായ ചിത്രമാണ്. നമ്മളതൊന്ന് ആഴത്തിൽ നമ്മുടെ മനസ്സിലൊന്ന് പതിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ. ചിലരൊക്കെ അല്ലെങ്കിൽ നമ്മൾ പലരുമൊക്കെ ഈ കുട്ടിയെപ്പോലെ ആണ് അല്ലെങ്കിൽ ആകേണ്ടവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിലയ്ക്കാത്ത ഓട്ടമാണ്. സത്യത്തിൽ ദൈവമക്കളായ നമ്മളെല്ലാവരും ഈ കുട്ടിയെപ്പോലെ, ഈ കൊച്ചു പൈതലിനെ പോലെ ആകണമെന്നാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ഒന്നാമനാകാൻ വേണ്ടിയുള്ള ഓട്ടമല്ല, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം. യഥാർത്ഥത്തിൽ അഭിമന്യ തിരുമേനി, ഒസ്താത്യോസ് തിരുമേനി, അദ്ദേഹം ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം ചെന്നൈ ഡയസിസിൻ്റെ മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം UK ഡയസിന് മെത്രാപ്പോലിത്തയായിട്ട് 3 വർഷം ആകാൻ പോകുന്നു. He's been running around for the church and for the diocese, starting new churches, building new churches, and building new centers for our church. Even though we are small in number in Chennai, we have a center. We have more churches. And tirelessly, Tirumeni and all our other Tirumenimar, they all are running this race, not to become number 1, but to build the church with their full heart. അച്ഛന്മാർ അതുപോലെയൊക്കെ തന്നെയാണ്. They are also running. നമ്മൾ അവരുടെ കഷ്ടപ്പാടും ത്യാഗവും പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ബഹുമാനപ്പെട്ട വൈദികരും. നമ്മുടെ ഭരണകർത്താക്കൾ അവരെല്ലാവരും ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓടുന്നവരാണ്. ഡയസിഷൻ കൗൺസിലുണ്ട്, ഓരോ ഇടവകകളിലും അവിടുത്തെ ട്രസ്റ്റീസ് ഉണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. അവരെല്ലാവരും അവരുടെ തിരക്കേറിയ ജീവിതത്തിൽ സമയം അടർത്തിയെടുത്ത് ഇടവകയുടെ നന്മയ്ക്കായി, അതിലൂടെ സഭയുടെ ഉയർച്ചയ്ക്കായി, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഓടുന്നവരാണ്. മാതാപിതാക്കൾ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി റണ്ണിങ് ദ റേസ്. കുടുംബനാഥൻ രാവിലെ മുതൽ വീട്ടിലും ജോലിയിടങ്ങളിലും കുടുംബത്തിൻ്റെ നന്മയ്ക്കായി ചോര നീരാക്കി ഓടുന്നവരാണ്. കുടുംബനാഥ, വീട്ടിലെ അമ്മ, അവരുടെ വർക്കിന് പലപ്പോഴും നാട്ടിൽ ഒരു വിലയും കൊടുക്കാറില്ല. രാവിലെ മുതൽ അടുക്കളയിലും വീട്ടിലും ജോലിയിടങ്ങളിലും കുടുംബത്തിനായി ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ജന്മങ്ങളാണ് ഓരോ അമ്മമാരുടെയും ഓരോ കുടുംബനാഥയുടേതുമെന്ന് പറയാതിരിക്കാൻ വയ്യ. അവരും ഓട്ടത്തിലാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. മക്കളും
പഠനത്തിലൂടെ കഴിവുകൾ വളർത്തിക്കൊണ്ട് കുടുംബത്തിന് വേണ്ടി ഓടണമെന്നുള്ളത് തന്നെയാണ് ക്രിസ്തീയ കൂട്ടായ്മയിലൂടെ, നന്മ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റുള്ളവർക്കായി ഓടിത്തീർന്ന് ക്രിസ്തുവിനെ പോലെ, സഭയിലെ വിശുദ്ധന്മാരെ പോലെ, മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയ മഹത് വ്യക്തികളെ പോലെ ഓട്ടം, നമുക്കും ഈ ഓട്ടം തുടരാമെന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നതായ ദൗത്യവും വെല്ലുവിളിയും എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നന്മയുടെ സമ്മാനത്തിനായി, മറ്റുള്ളവർക്ക് വേണ്ടി തീക്ഷ്ണതയോടാനുള്ളതായ പ്രചോദനം നൽകുന്നതാകട്ടെ ഈ ദൈവവചനവും നമ്മുടെ ഓരോ മഹാസംഗമങ്ങളും. യഥാർത്ഥത്തിൽ നാട്ടിലെ ഒരു ഭദ്രാസനത്തിൽ സ്വീകരണത്തിന് പോകുന്ന പ്രതീതിയായിരുന്നു എനിക്ക് ഇന്നിവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കും. ഇവിടെ വന്നപ്പോൾ ചെവി പൊട്ടുന്ന രീതിയിലുള്ള മുദ്രാവാക്യമാർ നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ വിളിച്ചത്. അവരുടെ വിശ്വാസ തീക്ഷ്ണതയുടെ ആ ആഴമാണ് അതിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ബെൽഫാസ്റ്റിൽ ചെന്നപ്പോൾ അവിടെയും നമ്മുടെ യുവാക്കന്മാർ മുദ്രാവാക്യം വിളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു വേണ്ട, കാരണം കോമ്പൗണ്ടിന് വെളിയിലാണ് നമ്മൾ നിന്നിരുന്നത്. ബെൽഫാസ്റ്റിലെ അച്ഛന്മാരോട് വന്നിട്ടുണ്ട്. പള്ളിയുടെ കോമ്പൗണ്ടിന് വെളിയിൽ നിന്ന് വലിയ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എങ്ങനെയൊക്കെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വേണ്ട, ശാന്തമായിട്ട്. ഇവിടെ പിന്നെ കോമ്പൗണ്ടിനകത്തായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോയില്ല. യഥാർത്ഥത്തിൽ ഈ പ്രചോദനം എന്ന് പറയുന്നത് സഭയോടുള്ളതായ സ്നേഹത്തിൻ്റെ ആഴമാണ് ഇതിലേക്ക് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നന്മയുടെ സമ്മാനത്തിനായി തീക്ഷ്ണതയോടുവാനുള്ളതായ പ്രചോദനമാവട്ടെ ഈ കൂടിവരവും ഈ കൂട്ടായ്മയും എന്ന് ഈ മഹാസംഗമത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരോടും പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും, പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളോടും അറിയിക്കട്ടെ. രണ്ടാമതായി കൂട്ടായ്മ കാണിക്കുക. മോഡേൺ സോഷ്യോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭിന്നതയാണ് ഇന്നത്തെ പുതിയ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഭിന്നത, ഡിവിഷൻ. എവിടെ നോക്കിയാലും ഭിന്നത വളരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ലോക രാജ്യങ്ങൾ തമ്മിലുള്ളതായ ഭിന്നത വളരുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മതങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ കൂടുതലായുള്ള ഭിന്നതകൾ വളർന്നു വരുന്ന ഒരു കാലം. ദമ്പതികൾ തമ്മിൽ ഇന്ന് എവിടെയാണ് ഒരു ഐക്യം, യഥാർത്ഥത്തിലുള്ള ഒരു കൊയിനോണിയ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു? ഒരു വീട്ടിൽ തന്നെ താമസിക്കുമ്പോഴും മനസ്സുകൾ അകന്ന് താമസിക്കുന്ന ദമ്പതികൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ UK ദമ്പതിമാരെ കുറിച്ചൊന്നും പറയുന്നതല്ല കേട്ടോ. ജനറലൈസ്ഡ് മോഡേൺ സോഷ്യോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും മനസ്സുകൾ അകന്ന് താമസിക്കുന്ന ദമ്പതികൾ. എന്തിനാ അങ്ങനെ താമസിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും മക്കളെ ഓർത്ത് മാത്രമാണ് പിരിയാതിരിക്കുന്നത്. ചില ദമ്പതികളെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നത എപ്പോഴാണ് ശരിക്കും ആരംഭിക്കുന്നത്? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നത ആരംഭം കുറിക്കുന്നത്, അതിൻ്റെ തീക്ഷ്ണതയിലെത്തുന്ന മക്കൾ ടീനേജിലെത്തുമ്പോഴാണ്. വെൻ ദേ ബിക്കം ടീനേജർ, അവിടെ പല വീടുകളിലും ഈ ഭിന്നത ശക്തമാകുന്നതായി ഓരോ കുടുംബങ്ങളെയും നമ്മൾ ഒന്ന് ഓർത്തെടുത്താൽ, അവർ നടന്നു പോകുന്ന വഴികളിലെ പ്രയാസങ്ങൾ ഓർത്തെടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ്. വ്യക്തികൾ തമ്മിൽ അത് ഭിന്നത വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിലാണ്, കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മലയാളികൾ എപ്പോഴും അകലം സൃഷ്ടിക്കുന്നതിൽ പ്രഗത്ഭരാണ്. അകലം സൃഷ്ടിക്കുന്നതിന് വലിയ കഴിവുകളൊന്നും ആവശ്യമൊന്നും ഇല്ലാത്ത കുന്നായ്മയും ഇല്ലാത്ത നുണയും ഇല്ലാത്ത ഫോൾസ് പ്രൊപ്പഗൻഡയും ഒക്കെ നടത്തി അകലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും മിടുക്ക് കാണിക്കുന്നവരാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈബിൾ സന്ദേശമാണ് കൂട്ടായ്മ കാണിക്കുക എന്നുള്ളത്. കൂട്ടായ്മ, ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ട് കാണണം. കൂട്ടായ്മ കാണിക്കുന്നതിലൂടെ നമുക്ക് ഭിന്നത ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഇടവകകളിൽ പോലും കുറച്ച് ഫാമിലീസ് ഉള്ളെങ്കിൽ പോലും അവിടെയും ഒരു ഐക്യം പലപ്പോഴും നമുക്ക് കാണാനായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭിന്നതയുടെ വിത്ത് പാകുന്ന ആളുകൾ നമ്മുടെ ഇടവകകളിൽ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഈ കൂട്ടായ്മ ആചരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷത കൂടിയാണ്. കൂട്ടായ്മ, ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ, ഇവയുടെ കൂട്ടായ്മയാണ് ത്രിത്വം എന്ന നമ്മുടെ ദൈവത്തിൻ്റെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ദൈവമക്കളായ നമ്മിലും കൂട്ടായ്മയുടെ ആഴം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. കൂട്ടവും കൂട്ടായ്മയും രണ്ടും രണ്ടാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണ്?
ദൈവത്തോട് ചേർന്നുള്ള കൂട്ടമാണ് കൂട്ടായ്മ. അത് തന്നെയാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെയും ഈ ഗാദറിങ്ങിൻ്റെയും ഈ ഫെലോഷിപ്പിൻ്റെയും മഹത്വം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നുള്ള കൂട്ടായ്മയാണ്. ദൈവമക്കൾക്ക് കൂട്ടമില്ല, കൂട്ടായ്മയെ പാടൂ. ദൈവമക്കൾക്ക് കൂട്ടായ്മയിലൂടെയുള്ള ഫെലോഷിപ്പും അതിലൂടെയുള്ളതായ പ്രവർത്തനങ്ങളും അതിലൂടെയുള്ളതായ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള അനുഭവങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ദൈവമക്കൾ ഗാദറിങ്ങിന് വേണ്ടിയല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഫെലോഷിപ്പിന് വേണ്ടിയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ധാരാളം ഗാദറിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ വേറെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവമക്കൾ ഫെലോഷിപ്പിന്, കൊയിനോണിയയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. ആദിമസഭയുടെ സവിശേഷതയായിരുന്നു ഈ കൂട്ടായ്മ. ഈ സവിശേഷതയും ഈ കൂട്ടായ്മയും തുടരുവാൻ നമുക്ക് സാധിക്കുന്നത് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുമ്പോഴും നമുക്ക് ഒത്തുകൂടുവാനും നമുക്ക് വചനം ധ്യാനിക്കുവാനും നമുക്ക് ചിന്തകൾ പകർന്നു തരുന്ന അനേകം അനുഭവത്തിലൂടെ കടന്നു പോകുവാനും സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിന് 42 ഇങ്ങനെ വായിക്കുന്നു: അവർ അപ്പോസ്തലരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നാണ് അപ്പോസ്തലൻ അവിടെ അപ്പോസ്തല പ്രവർത്തികളിലൂടെ പറയും. ആദിമസഭയുടെ മാതൃക പിന്തുടർന്ന് നമ്മളും സജീവമായി സഭയുടെ നേതൃത്വത്തിൽ ദേവാലയങ്ങളിൽ കൂട്ടായ്മ ആചരിക്കണമെന്ന് തന്നെയാണ്. ആ കൂട്ടായ്മ ആചരിക്കുന്നതിൽ നമുക്ക് വിജയം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സംഗമത്തിൽ എനിക്ക് നിങ്ങളോരോരുത്തരുമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പലതും നേടുവാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പലതും നേടാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേങ്കിൽ ഈ കൂട്ടായ്മ ആചരണത്തിലൂടെ ദൈവം നമ്മിലൂടെ വിഭാവനം ചെയ്യുന്നതായ ഫെലോഷിപ്പിന് കൂടുതൽ അർത്ഥതലങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാനായിട്ട് സാധിക്കും. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. എന്തിനാണ് സഭയുമായി ചേർന്ന് കൂട്ടായ്മ ആചരിക്കേണ്ടത്? വചനം പറയുന്നത് പോലെ സുവിശേഷം പ്രഘോഷിപ്പാൻ, രണ്ടാമതായി ആരാധിക്കുവാൻ, മൂന്നാമതായി പ്രാർത്ഥിക്കുവാൻ, നന്മ പ്രവർത്തിപ്പാൻ, കൂട്ടായ്മയിലൂടെ ദൈവത്തിൻ്റെ സാക്ഷികളാകുവാനുള്ളതായ നിയോഗം. ആദിമസഭയുടെ അടയാളം കൂട്ടായ്മയായിരുന്നുവെങ്കിൽ ആധുനിക സഭകളുടെ അടയാളം കുന്നായ്മയാകുന്നു ഈ കാലത്ത് നിത്യവും. കൂട്ടായ്മയും കുന്നായ്മയും രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളാണ്, ഒരിക്കലും പരസ്പര പൂരകങ്ങളാവേണ്ടുന്നതല്ല. കുന്നായ്മ ആചരിക്കുന്നതിന് വേണ്ടി നമ്മൾ കൂട്ടുകൂടുന്നത് തീക്ഷ്ണമായ കൊയിനോണിയ ഭാവം പുലർത്തുന്ന കൂടിവരവുകളും ഗാദറിങ്ങും ആയിരിക്കണം നമ്മുടെ എല്ലാ കൂട്ടായ്മകളും. പരിശുദ്ധ സഭയുടെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ തന്നെ നാം അതിജീവിക്കുന്നത് ഈ കൂട്ടായ്മയിൽ. നിങ്ങൾക്കറിയാം, നമ്മുടെ സഭ കുടുംബ യൂണിറ്റുകൾ ആരംഭിക്കുകയുണ്ടായി. ഒരു പക്ഷേങ്കിൽ 2017 ശേഷമുള്ള സഭയിൽ പുറപ്പെട്ട വലിയ വിപത്തിൻ്റെ ഭാഗത്ത് എന്തുകൊണ്ടായിരിക്കണം നമ്മുടെ സഭാമക്കൾ ഒരു ചരടിൽ കോർത്തിട്ട മണി പോലെ ഒരുമിച്ച് നിന്നത്? എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായി. ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടു, അടിച്ചു പുറത്താക്കി, റോട്ടിൽ ആരാധന അർപ്പിച്ചു, മൃതശരീരം അടക്കുന്നതിന് തടസ്സം നിന്നു. അർഹതപ്പെട്ട ആളുകൾക്ക്, ഉടമസ്ഥർക്ക് ദിവസങ്ങളോളം മൃതശരീരങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. മൃതശരീരം അവസാനം മെഡിക്കൽ കോളേജിൽ പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടതായ സ്ഥിതിഗതികൾ മക്കൾക്കുണ്ടായി. അങ്ങനെ വലിയൊരു ദുരന്ത മുഖത്തുകൂടിയാണ് കഴിഞ്ഞ നാളുകളിൽ ഈ സഭ യാത്ര ചെയ്തത്. അവിടെയെല്ലാം ഈ സഭയിലെ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് നിന്നത് ഈ കൂട്ടായ്മ ആചരിക്കുന്നതിലൂടെയാണ്. കുടുംബ യൂണിറ്റുകളിലൂടെ, ഫെലോഷിപ്പിലൂടെ, കൂട്ടായ്മകളിലൂടെ സഭയോട് ശക്തമായി ചേർന്ന് നിന്നതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. മറ്റ് സഭകളിലെ പിതാക്കന്മാരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കോടതി വിധി എതിരായിട്ടും പള്ളി പിടിച്ചെടുത്തിട്ടും സഭാവിശ്വാസികളെ എതിർഭാഗത്തിന് കിട്ടാതിരുന്നത് നമ്മുടെ കൂട്ടായ്മയും ഈ ഐക്യവും സഭയോടുള്ളതായ സ്നേഹവും വിശ്വസ്തതയും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മറ്റു സഭയിലെ മേലധ്യക്ഷന്മാർ പറയുമ്പോൾ, മറ്റു സമൂഹങ്ങൾ പറയുമ്പോൾ നമ്മൾ എത്രമാത്രം അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ സഭയെ കാണേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഭിന്നത എല്ലായിടത്തും പടരുന്ന ഒരു കാലത്താണ്. അത് സാത്താൻ്റെ ആയുധമാണ്, നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളത്. ആ തന്ത്രത്തിൽ നാം ഒരിക്കലും വീണു പോകാതിരിക്കാൻ ശ്രദ്ധയുള്ളവരായിരിക്കണം. കൂട്ടായ്മ കൊണ്ട് നമുക്ക് എല്ലാ പൈശാചിക പ്രേരണയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ സഭയുടെ തനിമയായി, കോർ വാല്യൂവായി, നമ്മുടെ പാരമ്പര്യമായി നമുക്കതിനെ മുറുകെ പിടിക്കേണ്ടത് ഇത് രണ്ടുമാണ്: നന്മ ചെയ്യൽ,
യാക്കോബായക്കാർ നന്മയുള്ളവർ, കൂട്ടായ്മയിൽ ശക്തിപ്പെടുന്നവർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, സർവോപരി അഭിമാനമുണ്ട്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും നന്മ ചെയ്യുന്നതിലും കൂട്ടായ്മ കാണിക്കുന്നതിലും നാട്ടിലുള്ളവരെക്കാൾ വളരെ തീക്ഷ്ണത പുലർത്തുന്നതിൽ ഇവിടെയുള്ള യാക്കോബായ സഭാ മക്കളാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. നിങ്ങളുടെ നന്മ ചെയ്യുന്നതിൻ്റെ, കൂട്ടായ്മ കാണിക്കുന്നതിൻ്റെ വലിയ അടയാളങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഇടവകകളും ഈ വലിയ ഒത്തുകൂടലും. 1000-ലധികം പേർ ബർമിംഗ്ഹാമിൽ ഒരുമിച്ച് കൂടണമെന്നുണ്ടെങ്കിൽ അത് സഭയുടെ വളർച്ചയുടെ, അതുപോലെ തന്നെ പ്രവാസികളായി കൂടാരമടിച്ച് ആരാധിക്കുന്ന ദൈവമക്കളുടെ വിശ്വാസ തീക്ഷ്ണതയുടെ ഒരു ഉത്തമ ഉദാഹരണവും കൂടിയാണ്. നിങ്ങളുടെ നന്മ ചെയ്യുന്നതിൻ്റെ, കൂട്ടായ്മ കാണിക്കുന്നതിൻ്റെ വലിയ അടയാളം തുടരട്ടെ എന്നുള്ളത് പ്രാർത്ഥനയും ആശംസയുമാണ്. ഇതിൻ്റെ മുമ്പിൽ നിന്ന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, എല്ലാ സഭാമക്കളെയും വളരെ ഹൃദയംഗമമായി നിങ്ങളെ പ്രത്യേകം ഇവിടെ അഭിനന്ദിക്കുന്നു. ഈ കൂടിവരവ് അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. തുടർന്നും നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക്, ഭാവി പ്രോജക്റ്റുകൾക്ക് എല്ലാം ശുഭകരമായ പര്യവസാനം സമയബന്ധിതമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുവാനും നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടിക്കാണുവാനും സാധിച്ച നിങ്ങളുടെ സ്നേഹവും സന്തോഷവും വാത്സല്യവും ആദരവും സ്വീകരിക്കുവാനും സാധിച്ചതിലുള്ളതായ സന്തോഷം അറിയിക്കുന്നു. സഭയെക്കുറിച്ച് എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. നാട് വിട്ടു പോന്നുവെന്ന് കരുതി, വേറൊരു രാജ്യത്തും വേറൊരു ജീവിത സാഹചര്യത്തിലുമാണെന്ന് കരുതി മലങ്കരയിലെ യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും തീക്ഷ്ണതയുള്ളവരും അന്വേഷണമുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ബലഹീനനായ എനിക്ക് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ ആദരിക്കുന്ന എല്ലാം തന്നെ പരിശുദ്ധ സഭയോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ബഹുമാനവുമായി മാത്രമാണ് ഞാനതിനെ കാണുന്നുള്ളൂ. മുന്നോട്ടുള്ള വഴികൾ അത്ര സുഗമമൊന്നുമല്ല എന്നറിയാമെങ്കിൽ കൂടിയും ദൈവം നടത്തുന്നു, ദൈവത്തിൻ്റെ സഭയാണെന്നുള്ളതായ ബോധ്യത്തിൽ, ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സമൂഹ മധ്യത്തിൽ എല്ലാവരുടെയും വലിയ സഹായവും എല്ലാവരുടെയും അംഗീകാരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. UK-യിൽ നിന്നും അതുപോലെ തന്നെ അയർലൻഡിൽ നിന്നുമൊക്കെയായി എൻ്റെ സ്ഥാനാരോഹണത്തിന് ബെയ്റൂട്ടിൽ ഓടിയെത്തിയ വിശ്വാസി സമൂഹത്തെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏത് കാലത്തും ഏത് സമയത്തും എല്ലാറ്റിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അനുഗ്രഹീത വ്യക്തികളും കുടുംബങ്ങളുമാണ് നിങ്ങളെല്ലാവരും. നിങ്ങളുടെ ഈ പ്രോത്സാഹനം, നിങ്ങളുടെ സഭാസ്നേഹം അത് പരിശുദ്ധ സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അഭിമന്യ തിരുമേനിയുടെ അനുഗ്രഹകരമായ ശുശ്രൂഷ തുടർന്നും അദ്ദേഹത്തിന് ഈ ഭദ്രാസനത്തിലൂടെ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പാക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും സഫലമാവട്ടെ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ആഗ്രഹവുമായി അത് പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു. ആരും അതിൽ നിന്നും മാറി നിൽക്കരുത്. ചെറിയ ഒരു സഹായം കൊടുത്താൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവിടെ ഭിന്നതയുടെ സ്വരമുണ്ടാകാൻ പാടില്ല. ഭിന്നതയുടെ സ്വരമുണ്ടാകുമ്പോൾ അത് കുന്നായ്മയായിട്ട് മാറിപ്പോവുകയാണ്. കൊയിനോണിയാകണം, ഫെലോഷിപ്പ് ആവണം നമ്മളുടെ കൂട്ടവും നമ്മുടെ കൂട്ടായ്മകളുമെല്ലാം. ദൈവത്തിൻ്റെ വലിയ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ കൂട്ടായ്മകളായി നമ്മുടെ ഈ കൂടിവരവുകൾ മാറിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ മഹാസംഗമം ഇവിടെ ക്രമീകരിച്ച ഭദ്രാസന ഭാരവാഹികൾക്കും അതിലൊത്തിരി കഷ്ടപ്പാടും ത്യാഗവും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും സെൻറ്റ് ജോസഫ്സ് ഇടവക ഈ ബർമിംഗ്ഹാമിനോട് ചേർന്ന് നിൽക്കുന്ന ഇടവകയെ പ്രത്യേകമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നു. അവരൊത്തിരി കഷ്ടപ്പാടും ത്യാഗവും ഹോസ്റ്റ് എന്നുള്ള നിലയിൽ അവർ ഈ സംഗമത്തിന് വേണ്ടിയിട്ട് ത്യാഗം വഹിക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടും ത്യാഗവും മനോഭാവവും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടും. വിവിധ ഇടങ്ങളിൽ നിന്നുമായി മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സഭാസ്നേഹത്തെയും ഈ ഡയസിസിൻ്റെ വളർച്ചയുമാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ സഹകരണത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വൈദികരുടെ അതിശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ, നമ്മുടെ വനിതാ സമാജം, യൂത്ത് അസോസിയേഷൻ ഇവരുടെ എല്ലാം പ്രവർത്തനം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. വളർന്നു വരുന്ന തലമുറയ്ക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാകാതെ അവർ വളർന്നു വരുമ്പോൾ അവർക്ക്
ഇംഗ്ലീഷിൽ ആരാധിക്കുവാൻ, ഇംഗ്ലീഷിൽ അവർക്ക് മെസ്സേജസ് കൊടുക്കുവാൻ, അവരെ നമ്മുടെ കൂട്ടത്തോടെ ചേർത്ത് നിർത്തുവാനുള്ളതായ ഇനീഷ്യേറ്റീവ് എല്ലാ അർത്ഥത്തിലും ഉണ്ടാകേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ ഒരു തലമുറ മാറും, പുതിയ തലമുറ വരും. അന്നേരം നമ്മുടെ സഭ ഇവിടെ ശുഷ്കിച്ചു പോകുവാൻ ഇടവരാത്ത വിധമുള്ളതായ കാഴ്ചപ്പാടോടും ദീർഘവീക്ഷണത്തോടും കൂടി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട വൈദികർക്ക് സാധിക്കട്ടെ. നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ തിരുമേനി ആ ദിശയിലൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും. ഒരിക്കൽ കൂടി ഭദ്രാസന കൗൺസിലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഭദ്രാസന ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലത്തിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ കഴിവോ ഒന്നുമല്ല. ദൈവം നടത്തുന്നു. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം മുൻപോട്ട് പോകുന്നു. അതിലെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്നും ആ പ്രാർത്ഥന ഉണ്ടാകണം. എൻ്റെ പ്രാർത്ഥനയിൽ ഈ ഭദ്രാസനവും ഇവിടുത്തെ ഇടവകകളും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.